ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല കറുമുറാന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന നല്ല അടിപൊളി ഒരു സ്നാക്കിൻ്റെ റെസിപ്പി കാണാം കേട്ടോ. നമ്മളെ വീട്ടിലുള്ള വെറും പച്ചരി മാത്രം മതി നമുക്ക് ഇത്രയും ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്, അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 3-4 തവണ നന്നായിട്ട് കൈ എടുത്തതിന് ശേഷം നമ്മളതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് 2-3 മണിക്കൂർ ഒന്ന് സോക്കാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ. ഒരുപാട് സമയം വെക്കണ്ട, 2-3 മണിക്കൂർ മാത്രം മതിയാവേ. അപ്പോൾ ഇപ്പോൾ ഒരു 3 മണിക്കൂറൊക്കെ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. നമ്മളതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് പച്ചരി മാത്രമായിട്ട് ഇട്ട് കൊടുക്കുകയായിട്ട് ചെയ്യുന്നത്. ഇതിലിനി വേറെ ഒന്നും ചേർക്കേണ്ടില്ല, വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നമ്മളിത് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പുട്ടുപൊടിയൊക്കെ നമ്മൾ പൊടിച്ചെടുക്കൂലേ, ആ ഒരു രീതിക്കാട്ടോ റെഡി ആക്കിയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ പുട്ടുപൊടി നല്ല ഫൈനായിട്ട് നമ്മൾ പൊടിച്ചെടുക്കും. ഇത് ചെറുതായിട്ടൊരു തരിതരിപ്പ് വേണം കേട്ടോ, ചെറുതായിട്ട് മതിയാവും, ഒരുപാട് വേണ്ട. ഈ ഒരു രീതിക്കാട്ടോ നമ്മളിത് റെഡി ആക്കിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് ഈ ഒരു പൊടിയൊക്കെ പൊടിച്ചെടുത്തത് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൈ വെച്ച് ഒന്ന് ഇതുപോലൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ. നമ്മൾ നനവുള്ള പച്ചരിയെല്ലാം ഇട്ട് കൊടുത്തിട്ടുള്ളത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട പോലെയൊക്കെ ഉണ്ടാവും, അതൊന്ന് കൈ വെച്ചൊന്ന് ഉടച്ചെടുക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 3-4 വറ്റൽമുളക് നമ്മളെ എരിവിനനുസരിച്ചിട്ടാട്ടോ ചേർക്കുന്നത്. ചെറിയൊരു പീസ് ഇഞ്ചി ചേർക്കുന്നുണ്ട്, 3-4 വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. ഒരു സവാളയുടെ പകുതി മീഡിയം സൈസുള്ള ഒരു സവാള എടുത്തിട്ടുണ്ട്, അതിൻ്റെ പകുതിയും കൂടി നമുക്കിതിലേക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം കേട്ടോ. ഒരുപാട് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കണ്ട, വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്താൽ മാത്രം മതിയാവേ. അപ്പോൾ ഇത് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ വേണം കേട്ടോ നമ്മളിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഈ ഒരു പച്ചരിയുടെ പൊടിയിലേക്ക് നമ്മളിപ്പം ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ നമ്മൾ വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. അതിന് കൂടെ തന്നെ നമുക്ക് ഒരു പിഞ്ചോളം ബേക്കിംഗ് സോഡ, നിർബന്ധമൊന്നുമില്ല, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. അപ്പം ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് ഇനി നമ്മളിത് കൈ വെച്ച് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കാണുമ്പോൾ നമുക്കിതിൽ കുറച്ച് വെള്ളമൊക്കെ ചേർക്കണമെന്ന് തോന്നും, പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമ്മൾ ഇതുപോലെ ഇങ്ങനെ മിക്സ് ആക്കി എടുക്കുമ്പോൾ തന്നെ ഇത് കണ്ടില്ലേ, നന്നായിട്ട് സെറ്റായിട്ട് നമുക്ക് പാകത്തിനുള്ള മാവായിട്ട് റെഡിയായിട്ട് കിട്ടിക്കോളെ. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല, വെള്ളം ചേർത്തിന് നല്ല ലൂസായി പോവേ. അപ്പോൾ ഇതാ സംഭവം സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പം തന്നെ അത് ഉണ്ടാക്കിയിട്ടെടുക്കാം കേട്ടോ. നല്ല കറുമുറാന്ന് കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സ്നാക്കായിട്ട് ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ചൂടാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇതാ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതൊന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷമായിട്ട് നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് ഇതിലേക്ക് നുള്ളി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാകും. ഒരു ഗ്ലാസ് കട്ടൻ ചായയും ഈ ഒരു സാധനം ഉണ്ടെങ്കിലേ നമുക്ക് എത്ര കഴിച്ചാലും മതിയാവില്ല കേട്ടോ. ഒരു 3-4 ദിവസമൊക്കെ പുറത്ത് വെച്ചാലും കേടാവുകയില്ല, നല്ല ക്രിസ്പിയായിട്ട് തന്നെ ഉണ്ടാവുകയും ചെയ്യുവേ. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ലോ ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാനേ. എന്നിട്ട് ഒരു ഭാഗം ഒന്ന് കളർന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് 2 സൈഡും നന്നായിട്ട് കളറൊക്കെ മാറി നല്ല കറുമുറാന്നായി കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്ന് അങ്ങ് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഇത് നമ്മൾ ഉള്ള മാവുകളൊക്കെ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആ ഒരു സൈഡ് ഭാഗം ഒന്ന് കളർന്ന് മാറി വരുന്ന ആ ഒരു സമയം മാത്രം മതിയാവും. പെട്ടെന്ന് കളറൊക്കെ മാറി വരും കേട്ടോ, ഒരുപാട് സമയമൊന്നും പിടിക്കൊന്നുമില്ല, പെട്ടെന്ന് കളറൊക്കെ മാറി വരും. എന്നിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് ഭാഗമൊക്കെ കളറൊക്കെ നന്നായിട്ട് മാറി വന്ന സമയത്ത് നമ്മൾ ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു ഭാഗം കൂടി ഒന്ന് കളറൊന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്ന് അങ്ങ് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ. ഇനി പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോയത്. അപ്പോൾ ഫ്ലെയിം കൂട്ടിക്കഴിഞ്ഞാൽ ഉൾഭാഗം വെന്ത് കിട്ടുകയും ചെയ്യില്ല, നന്നായിട്ട് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു സൈഡ് ഭാഗമൊക്കെ റെഡിയായ സമയത്ത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റേ സൈഡും കൂടി നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. ഇളക്കി എടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. സംഭവം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്, നല്ല കറുമുറാന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മളെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിതുപോലെ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ പൊട്ടിക്കാൻ നോക്കുന്ന സമയത്ത് പോലും അത് പൊട്ടില്ല കേട്ടോ, അത്രയും ക്രിസ്പിയാണ്. നമ്മളിങ്ങനെ പല്ലുകൊണ്ട് കടിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ കടലയൊക്കെ പൊട്ടിക്കൂലേ, ആ ഒരു ഇതിലാട്ടോ ഉണ്ടാകാൻ. പക്ഷെ നല്ല ടേസ്റ്റാണ്, ആവശ്യത്തിനുള്ള എരിവും ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വൈകുന്നേരമൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന സിമ്പിളായിട്ടുള്ള നല്ല അടിപൊളി സ്നാക്കാട്ടോ. അപ്പോൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ.